എന്തോ വാങ്ങിച്ചോണ്ട് വരുമോ? മീനെന്തോ വേണ്ടേ? ഞായറാഴ്ചയായിട്ട് മീനോ? ചേട്ടൻ പോയി മട്ടൻ മേടിച്ചോണ്ട് പോവാ. ആർക്കാടെ ഇവിടെ മട്ടൻ കഴിക്കാൻ മുട്ടി നിക്കുന്ന? നീ ചിക്കൻ മേടിച്ചോണ്ട് പോവാ. പോത്തിനെന്ത് ഏത്തക്ക? ഇവർക്ക് മട്ടന്റെ ഗുണം പറഞ്ഞാൽ അറിയോ? ചേട്ടൻ പോയി മട്ടൻ മേടിച്ചോണ്ട് പോവാ. കേട്ടോടെ രാവിലെ ഇവിടെ കോഴിക്കാട്ടൻ ബാബുവിന്റെ നോക്കുമ്പോ മട്ടനെ അച്ഛനെ പറയാനല്ലോ. ഒന്ന് നിർത്തുവോ? മട്ടനും ചിക്കനും ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. ഇപ്പോഴത്തെ ആൾക്കാരൊന്നും തീരെ ഭക്തി ഇല്ലാണ്ടായിരിക്കണോ? ആ രമേശ, അലമങ്കര ദേവീക്ഷേത്രത്തിലെ കൊടിയേറ്റാണ്. അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. ആ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിന്റെ വത്സലയ്ക്കല്ല, അലമ്പങ്കര ദേവിക്ക്. അമ്മേ ദേവി. ശശിയെ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. വേണം ഒരു 10-30 അമ്മയുടെ വാങ്ങിച്ചോ മതി. അമ്മേ ദേവി. ആ അമ്മേ അറിയാലോ, കൊടിയേറ്റാണ്, എന്തെങ്കിലും കാര്യമായിട്ട് തരണം. എന്തായാലും മോൻ പറഞ്ഞില്ല, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, നീ 50 എഴുതിക്കോ. 50? എനിക്ക് എന്റെ ഭർത്താവിന് മാത്രം ഐശ്വര്യം വരാൻ വേണ്ടിട്ടാ. 100 എഴുതടാ. 300 എഴുതടാ. 400 എഴുതടാ. 500 എഴുതടാ. എന്താ ചിരിക്കുന്ന കുട്ടികളെ കൂടെ കത്തിച്ചിരുന്നു? എഴുതടാ 800. 1000, 2000, 3000, 4000, 5000, 10000. മീനൊന്നും കിട്ടിയില്ലോടാ. 50 രൂപയ്ക്ക് നീമീൻ ചോദിച്ചപ്പോഴേ താറ്റി തുപ്പി. അതുകൊണ്ട് ഞാൻ 10 രൂപയ്ക്ക് ഉടക്കമീൻ വാങ്ങിച്ചു. ഇപ്പൊ 40 രൂപ ലാഭം. 1,60,000 രൂപ. അലമങ്കര ദേവീക്ഷേത്ര ഉത്സവത്തിനും കമ്മിറ്റിക്കാർ ഐശ്വര്യത്തിനും വേണ്ടി ഇതാ ശൈലമേശ്വരിക്കുന്നു 1,50,000. അമ്മായി അഭിമാന പ്രശ്നം 3 ലക്ഷം. എന്താ ബഹളം? ഇതാ മൂക്കിപ്പിടി പോലെ 3 ലക്ഷം രൂപ ക്ലാസ്സിലേക്ക് വലിച്ചെടുത്തിരിക്കുകയാണ് വത്സലേമ്മ. ഇനിയും സംഭാവനകൾ തരാൻ വേണ്ടി വത്സലേമ്മ ഒരു 100 കൊല്ലം കൂടെ ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നു. അയ്യോ, 3.5 ലക്ഷം രൂപ. 3.5 ലക്ഷം.